അപ്പൊ നമ്മള് ഇലയൊക്കെ പറിച്ചു. ഇത് പിടിച്ചു. താങ്ക് യു. ഇനി നമ്മള് വിളമ്പാൻ പോവാണ്. ചേച്ചി ഒരു പ്ലേറ്റും കൂടി തരും താഴേക്കാൻ. നമ്മുടെ ചേനത്തണ്ടും ചെറുപയറും തോരൻ റെഡി ആയി കഴിഞ്ഞു. ആവിയൊക്കെ വരുന്നു, നല്ല അടിപൊളി സ്മെല്ലും വരുന്നു, നല്ല മണമുണ്ട്, ആനന്ദ കണ്ണീരും വരുന്നു. ആനന്ദ കണ്ണീര് തോരൻ കാണുമ്പോഴും. ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ പോലെ ടേസ്റ്റ് ഓഫ് തോരൻ. ഇതിലേക്ക് നമ്മൾ ഇനി നമ്മൾ അപ്പുറത്ത് വിടുന്ന ഇത്തവണ ഓണം എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഈ പരിപ്പ്, പച്ചടി, കിച്ചടി, തോരൻ, എല്ലാത്തിന്റെയും ഇഞ്ചിക്കറി, ഒരു എത്ര കൂട്ടം നിങ്ങൾ ഉണ്ടാക്കുന്ന അതിന്റെ കൂടെ ഈ ചെറിയ തോരൻ ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു റെസിപ്പി കൂടെ ഒന്ന് പരീക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. ഒരു എക്സ്ട്രാ കറി ഉണ്ടെങ്കിൽ അതൊരു ക്രെഡിറ്റും ആണ്. അതെ. ഇതെന്ത് ഇത്രയും ഞാൻ തിന്നണോ? ഇതല്ല, വെച്ചോളൂ. ഇത് ആക്ച്വലി നിങ്ങളിതൊന്ന് വെച്ച് നോക്ക്. ഇത് ആർക്കെങ്കിലും ഗസ്റ്റ് വരുമ്പോ ഒന്ന് കൊടുത്തു നോക്ക്. ഇത് എന്താന്ന് എല്ലാരും ചോദിക്കും. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നും ചോദിക്കും. സൂപ്പർ. ശരിക്കും ആ തേങ്ങയും എരിവും എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ചേനക്ക് ഇത്രയും ടേസ്റ്റോ? ചേനത്തണ്ടിന് ഇത്രയും ടേസ്റ്റ്. ചേനത്തണ്ടില് ചേനത്തോരൻ കഴിച്ചിട്ടുണ്ട്, ചേന മെഴുക്കുവരട്ടിയുണ്ട്, ചേന പായസം ചിലർ വെക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ സദ്യക്കൊക്കെ ഇതാണ് ബെസ്റ്റ്. ഇപ്പൊ എല്ലാവരും ക്യാബേജ്, അതല്ലേ എളുപ്പം, പെട്ടെന്ന് അരിഞ്ഞങ്ങ് എടുക്കാമല്ലോ. പക്ഷെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തോരനാണ് ഇത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു തോരൻ, വളരെ ടേസ്റ്റി, ന്യൂട്രീഷ്യസ്. പിള്ളേരുള്ളവർക്ക് ഇത് ഉണ്ടാക്കുവാണെങ്കിൽ കൊച്ചുങ്ങൾ ചിലപ്പം ഇത് വെറുതെ ഇരുന്ന് കഴിക്കും. അത്ര നല്ല ടേസ്റ്റ് ഉണ്ട്. വെജിറ്റബിൾസ് ഇഷ്ടമല്ല എന്ന് പറയുന്ന പിള്ളേർക്ക് ഇതൊന്നും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടം, ഒരുപാട് ഇഷ്ടമാണ്. ചേനത്തണ്ടും ചെറുപയറും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അത് വേവുമ്പോ മുതലേ അന്നേരം അടുപ്പിൽ ഇങ്ങനെ കോരി കഴിച്ചുകൊണ്ട് ഉണ്ടാക്കി തീരുമ്പം കുറച്ചേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിലും എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് നമ്മള് ചേനത്തണ്ടും ചെറുപയറും വെച്ചിട്ട് ഒരു അടിപൊളി സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. ഇതാണ് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഈ ക്യാബേജ് തോരൻ, എന്തെങ്കിലും ഒരു തോരൻ എന്തായാലും ഉണ്ടാവുമല്ലോ, പിന്നെ ആ ക്യാബേജ് തോരൻ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഈ ചേനത്തണ്ട് കിട്ടാൻ സാധിക്കുമെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡില് പൂക്കളമായി പ്രവീണ ചേച്ചിയുടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചേച്ചി ഉണ്ടാക്കിയ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ, അതും ചേനത്തണ്ട് വെച്ചിട്ട്. അതെ. പിന്നെ എല്ലാവരും വളരെ നിസ്സാരമായിട്ട് തഴഞ്ഞു കളയുന്ന ഇതെന്തോന്നു ഇത് വെച്ച് തോരൻ വെക്കും എന്ന് വെക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതെല്ലാം കൂടെ ആയിട്ട് ഓണസദ്യ ഗംഭീരമായി. അപ്പം എന്തായാലും ഈ എപ്പിസോഡിലെ റെസിപ്പി ഒക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, മറക്കരുത്. അമൃത ടിവിയില് www.amridatv.com/tasteofkerala. അടുത്ത ആഴ്ചയും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 12:30 മോഹൻലാൽ സ്റ്റേജ് ഓഫ് കേരള. എന്തായാലും ഇന്നത്തെ ഓണസദ്യ ഗംഭീരം.